Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ SQL ട്രിഗേഴ്സ് എന്ന കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. SQLനകത്ത് ഒരു ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ തന്നെയാണ്. സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ പ്രീ കമ്പൈൽഡ് സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ് അല്ലേ. സോ ട്രിഗേഴ്സ് ആർ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഇൻ ഡേറ്റാബേസ്. അതും ഓട്ടോമാറ്റിക്കലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യല്ല, ഒരു സർട്ടൺ ടേബിൾ അല്ലെങ്കിൽ സർട്ടൺ വ്യൂ നമ്മുടെ ഡേറ്റാബേസിലുണ്ട്. അതിലെന്തെങ്കിലും ഒരു സർട്ടൺ ഇവന്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പേര് തന്നെ നമുക്ക് ട്രിഗർ ട്രിഗേർഡ് ആവുന്നത് എന്താണോ അതാണ് ട്രിഗേഴ്സ് എന്ന് പറയാം. SQLനകത്ത് ട്രിഗേഴ്സ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ടേം ആണ് ഫയർഡ് എന്ന് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യുക, അതുപോലെ ഡേറ്റ ഇന്റഗ്രിറ്റി ഇൻഫോഴ്സ് ചെയ്യാനും ഓഡിറ്റ് ലോഗ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബിസിനസ് ടൂൾസ് അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സിൻടാക്സ് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ട്രിഗർ എന്ന് പറയുന്ന കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ട്രിഗർ നെയിം എന്താണോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ബിഫോർ ഓർ ആഫ്റ്റർ എന്ന് പറയുന്ന കീവേഡ്, രണ്ട് കീവേഡ്സ് ഉണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ ഒരു സർട്ടൻ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ SQL ട്രിഗേഴ്സ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്നതെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെയുള്ള ഒരു ഇവന്റ്, അത് ഇൻസേർഷൻ ആയിക്കോട്ടെ, അപ്ഡേറ്റ് ആയിക്കോട്ടെ, ഡിലീറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും ഇവന്റ് ഒക്കർ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ശേഷം അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ട്രിഗർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതാണ് ബിഫോർ ഓർ ആഫ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രിഗർ നെയിം കഴിഞ്ഞ ഉടനെ തന്നെ ബിഫോർ ഓർ ആഫ്റ്റർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ദെൻ എന്താണോ നമ്മുടെ ഇവന്റ്, ഇൻസേർട്ട് ആണോ, അപ്ഡേറ്റ് ആണോ, ഡിലീറ്റ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓൺ, ചിലപ്പോൾ ടേബിൾ ആവാം അല്ലെങ്കിൽ വ്യൂ ആവാം. അത് ഏത് ടേബിളിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ആ ടേബിളിന്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഫോർ ഈച്ച് റോ, എല്ലാ റോയ്ക്കും ആ സെയിം ആക്ഷൻ നടക്കണമല്ലോ, അതുകൊണ്ട് ഫോർ ഈച്ച് റോ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യണം. ദെൻ ബിഗിൻ ആൻഡ് എൻഡ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താണോ ആ സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അതങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുള്ള സിൻടാക്സ് ഇതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി SQL ട്രിഗേഴ്സിന്റെ യൂസസ് പറഞ്ഞു. ഓട്ടോമേഷൻ പർപ്പസ്, ഡേറ്റ ഇന്റഗ്രിറ്റി, അതുപോലെ ബിസിനസ് ടൂൾസ്, ഓഡിറ്റിംഗ്. ഇത് ഈ ടെർമിനോളജീസ് ജസ്റ്റ് മൈൻഡിൽ വെച്ചേക്കണേ. Then there are different types of SQL triggers. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് DDL triggers ആണ്. ഈ DDL triggers എന്ന് പറയുമ്പോൾ ഫയർഡ് ബൈ, അതായത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ബൈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DDL, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, നമുക്ക് അറിയുന്നതാണ്. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഇവന്റ്സ് വഴിയാണ് നമ്മുടെ ട്രിഗർ ഫയർ ചെയ്യുന്നതെങ്കിൽ അതിനെ DDL ട്രിഗർ എന്ന് നമുക്ക് പറയാം. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഈവൻസ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഈവൻസ് എന്ന് പറയുന്നത്. അന്നേരം ഫയർ ആവുന്ന ട്രിഗേഴ്സ് ആണ് DDL ട്രിഗേഴ്സ്. ഓക്കെ, അതായത് ഒരു ഡേറ്റാബേസിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് മോണിറ്റർ ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DDL ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. പ്രിവെന്റ് ടേബിൾ ക്രിയേഷൻ ഓർ ഡിലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണിത്. നോക്കൂ, ക്രിയേറ്റ് ട്രിഗർ, പ്രിവെന്റ് ടേബിൾ ക്രിയേഷൻ. ടേബിൾ ക്രിയേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ട്രിഗറിന്റെ പേരാണ്, എന്റെ ട്രിഗറിന്റെ പേരാണിത്. ഓൺ ഡേറ്റാബേസ്, എന്റെ ഡേറ്റാബേസിൽ ഫോർ ക്രിയേറ്റ് ടേബിൾ, ഓൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ. ആസ് ബിഗിൻ print you cannot create, drop or alter tables in this database. In case ആരെങ്കിലും ക്രിയേറ്റ് ടേബിൾ അല്ലെങ്കിൽ ഓൾട്ടർ ടേബിൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ടേബിൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഈ ഒരു മെസ്സേജ് വരും നമ്മുടെ ഡേറ്റാബേസിനകത്ത്. യു കനോട്ട് ക്രിയേറ്റ്, ഡ്രോപ്പ് ഓർ ഓൾട്ടർ ടേബിൾസ് ഇൻ ദിസ് ഡേറ്റാബേസ്. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ടേബിൾ എന്ത് ചെയ്യും? റോൾ ബാക്ക് ചെയ്യും. റോൾ ബാക്ക് കമാൻഡ് ആണ് കേട്ടോ ഇത്. എന്നിട്ട് എൻഡ്, അത്രയും കൊടുത്താൽ മതി. ഇത് എന്ത് ചെയ്യും? പുതിയൊരു ടേബിള്
നമ്മുടെ ഡേറ്റാബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നത് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. നൗ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് SQL ട്രിഗർ എന്ന് പറയുന്നത് DML ട്രിഗേഴ്സ് ആണ്. ഇത് ഫയർഡ് ബൈ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഈവൻസ് സച്ച് ആസ് ഏതൊക്കെയാണ് DML കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എക്സിട്ര. ഓക്കെ, ഇത്തരത്തിലുള്ള ഇവന്റ്സ് വരുമ്പോൾ DML കമാൻഡ്സ് എക്സിക്യൂട്ട് ആയി ഇത്തരത്തിലുള്ള ഇവന്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രിഗേഴ്സിനെയാണ് നമ്മൾ DML ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് വാലിഡേഷൻ, ലോഗിങ്, കാസ്കേഡിങ് ആക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരു ടേബിളിനകത്തുള്ള അപ്ഡേറ്റ്സ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിവെന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ട്രിഗറിന് പേര് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ട്രിഗർ പ്രിവെന്റ് അപ്ഡേറ്റ് ഓൺ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിൾ ആണ് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഫോർ അപ്ഡേറ്റ്, ഇൻ കേസ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറയാണ്? യു കനോട്ട് അപ്ഡേറ്റ് ദിസ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇൻ കേസ് സംബഡി ഹാസ് ട്രൈഡ് ടു അപ്ഡേറ്റ് ദ സ്റ്റുഡൻസ് ടേബിൾ, ഇറ്റ് ഹാസ് ടു ബി റോൾഡ് ബാക്ക്. സോ റോൾ ബാക്ക് കമാൻഡും അവിടെ കൊടുക്കണം. ഓക്കെ, ഇതാണ് ബിഗിനും എൻഡിനും അകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് SQL ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോൺ ട്രിഗേഴ്സ്. ദിസ് ഈസ് ഫയർഡ് ഇൻ റെസ്പോൺസ് ടു ലോഗോൺ ഇവന്റ്സ്. എന്തെങ്കിലും ലോഗോൺ ഇവന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് റെസ്പോൺസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രിഗേഴ്സിനെയാണ് നമ്മൾ ലോഗോൺ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. This is used for restricting access or monitoring login activity. അത് നമുക്ക് ലോഗോൺ ട്രിഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, ഒരു എക്സാമ്പിൾ നമ്മൾ യൂസർ ലോഗിൻസ് ട്രാക്ക് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് ട്രിഗർ പറഞ്ഞു, ട്രിഗർ നെയിം ട്രാക്ക് ലോഗോൺ എന്നുള്ളതാണ്. ഓൺ ഓൾ സെർവർ ഫോർ ലോഗോൺ ഇവന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എ യൂസർ ഹാസ് ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സിംപ്ലി ഒരു യൂസർ ലോഗിൻ ട്രാക്ക് ചെയ്യാനുള്ള ട്രിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ലോഗോൺ ട്രിഗർ എന്നാണ് പറയുന്നത്. ലോഗോൺ ട്രിഗർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫയർഡ് ഇൻ റെസ്പോൺസ് ടു ലോഗോൺ ഇവന്റ്സ്. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ബിഫോർ ആഫ്റ്റർ ഈ കീവേഡ്സ് നേരത്തെ കണ്ടിരുന്നല്ലോ. ബിഫോർ വേഴ്സസ് ആഫ്റ്റർ ട്രിഗേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട്സ് ബിഫോർ ദ DML ഓപ്പറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, DML ഓപ്പറേഷന് മുൻപ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലാണ് നമ്മൾ ട്രിഗർ ടൈപ്പ് ബിഫോർ ആയിട്ട് കൊടുക്കുന്നത്. DML എന്ന് പറയുമ്പോൾ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇൻസേർട്ട് ആവാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവാം, അതും അല്ലെങ്കിൽ ഡിലീറ്റ് ആവാം. ഓക്കെ, ഇതൊക്കെയാണ് DML ഈവന്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ DML ഇവന്റ്സിന് മുൻപ് നമുക്ക് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ബിഫോർ. ഇതിന്റെ യൂസ് കേസസ് പറയുന്നുണ്ട്. ഡേറ്റ വാലിഡേഷനും മോഡിഫിക്കേഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി then there is another trigger type which is after. അതായത് DML ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, അതിനുശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ആഫ്റ്റർ എന്ന് പറയുന്ന ട്രിഗർ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ലോഗിങ്, കാസ്കേഡിങ് അപ്ഡേറ്റ്സ് എക്സെട്ര. ഓക്കെ, ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബിഫോർ ട്രിഗറിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ട്രിഗർ കാൽക് ടോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തു. ബിഫോർ ഇൻസേർട്ട് ഓൺ സ്റ്റുഡന്റ് മാർക്സിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫോർ ഈച്ച് റോ, ഓരോ റോയിലും നമ്മൾ പെർഫോം ചെയ്യേണ്ട സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സെറ്റ് ന്യൂ ഡോട്ട് ടോട്ടൽ is equal to new dot math plus new dot science plus new dot English. Set new dot percentage is equal to new dot total divided by 3. New എന്ന് പറയുന്ന കീവേഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം കാണുമായിരിക്കും. ആ ടോട്ടൽ കോളത്തിലെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 3 സെപ്പറേറ്റ് കോളംസ്, മാത്ത്, സയൻസ്, ഇംഗ്ലീഷ്, അതിലെല്ലാം പുതിയ വാല്യൂസിന്റെ സമ്മ് കണ്ടിട്ട് ടോട്ടലിനകത്തോട്ട് അസൈൻ ചെയ്യണം. ആ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന കോളത്തിലെ പുതിയ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ പെർസെൻറ്റേജ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റുഡന്റ് മാർക്സ് എന്ന് പറയുന്ന ടേബിളിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് നടക്കേണ്ട ഒരു ഓപ്പറേഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ബിഫോറിന്റെ യൂസേജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം.
ഒരു റിലേറ്റഡ് ടേബിൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ട്രിഗർ പറഞ്ഞു, ട്രിഗർ നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇവിടെ കണ്ടു ആഫ്റ്റർ എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ അപ്ഡേറ്റ് ഓൺ സ്റ്റുഡന്റ് ഗ്രേഡ്, സ്റ്റുഡന്റ് ഗ്രേഡ്സ് എന്ന് പറയുന്ന ടേബിളിൽ അപ്ഡേഷൻ നടന്നതിന് ശേഷം അതിലെ ഓരോ റോയിലും ചെയ്യേണ്ട ഓപ്പറേഷൻ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ സ്കോർസ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സെറ്റ് സ്കോർ ഇസ് ഈക്വൽ ടു സ്കോർ പ്ലസ് ന്യൂ ഗ്രേഡ്, പുതിയ ഗ്രേഡ് എന്താണോ അത് പ്ലസ് എക്സിസ്റ്റിംഗ് സ്കോറും വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് അത് സ്കോറിലോട്ട് എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. അതായിരിക്കണം ടോട്ടൽ സ്കോഴ്സിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂ. പിന്നെ ഒരു കമ്പാരിസൺ കൂടെ നടക്കുന്നുണ്ട്. എന്ത്? സ്റ്റുഡന്റ് ഐ ഡി, ഓരോ സ്റ്റുഡന്റ് ഐ ഡിയും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ടേബിളിലെ സ്റ്റുഡന്റ് ഐ ഡിയിൽ തന്നെയാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ആ ഈക്വലൻസി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് ഓട്ടോമാറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ വാലിഡേറ്റ് ഡേറ്റ ബിഫോർ ഇൻസേർട്ട്. ഇൻസേർഷന് മുൻപ് ഡേറ്റ വാലിഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ട്രിഗർ ആണ് അടുത്ത എക്സാമ്പിൾ. ക്രിയേറ്റ് ട്രിഗർ വാലിഡേറ്റ് ഗ്രേഡ്. വാലിഡേറ്റ് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തു. ബിഫോർ ഇൻസേർട്ട് ഓൺ സ്റ്റുഡന്റ് ഗ്രേഡ്, സ്റ്റുഡന്റ് ഗ്രേഡ്സിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാ റോയിലും ചെയ്യേണ്ട ഓപ്പറേഷൻ ഇഫ് ന്യൂ ഡോട്ട് ഗ്രേഡ്, പുതിയ ഗ്രേഡ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ന്യൂ ഗ്രേഡ് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവാലിഡ് ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്ത് ചെയ്യണം? സിഗ്നൽ ചെയ്യണം. അതൊരു ഇഫിനകത്താണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻസേർഷന് മുൻപ് ഡേറ്റ വാലിഡേറ്റ് ചെയ്യാണ്. അതായത് 0ക്കും 100നും ഇടയിലുള്ള വാല്യൂ തന്നെയാണ് ഓരോ റോയ്ക്കകത്തും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന ട്രിഗർ ആണ്, ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബിഫോർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആഫ്റ്റർ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. സോ നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ നോക്കിയത്. അപ്പൊ ട്രിഗേഴ്സ് എന്ന് പറയുന്ന വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താണ് ട്രിഗേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രിഗേഴ്സ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ട്രിഗേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് കണ്ടു നമ്മൾ. അതുപോലെ തന്നെ സാമ്പിൾ ട്രിഗേഴ്സ് കുറച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.